നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് ഇന്ന് 6 മാസം തികയുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ സൈനിക നടപടി ആരംഭിച്ചത്. ആദ്യ ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇറാൻ അതിവേഗം കീഴടങ്ങും എന്നെല്ലാവരും ധരിച്ചു. പക്ഷേ ഇറാൻ ഇതുവരെയും പ്രതിരോധിച്ചു നിന്നു. അമേരിക്ക അന്ന് പ്രഖ്യാപിച്ച സൈനിക ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ ഇതുവരെയും അവർക്ക് സാധിച്ചിട്ടില്ല. ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധ ശേഖരം പിടിച്ചെടുക്കുമെന്നും ഇറാൻ്റെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്തെറിയുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക സൈനിക നടപടി ആരംഭിച്ചത്. രണ്ടും ഇതുവരെയും നടന്നിട്ടില്ല. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ പുതിയ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തു. ചർച്ചകൾക്ക് വഴങ്ങാതെ നിൽക്കുകയായിരുന്നു ഇതുവരെയും ഇറാൻ. ഒരു തവണ അല്ലെങ്കിൽ 1-2 തവണ ചർച്ചകൾക്ക് വഴങ്ങിയെങ്കിലും ആ ചർച്ചകളെല്ലാം അലസിപ്പിരിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അമേരിക്ക ചർച്ചയിൽ നിന്ന് പിന്മാറുകയും കനത്ത ആക്രമണം ഇറാന് നേരെ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം പല രാജ്യങ്ങളും ചർച്ചയ്ക്കായി ഇറാനെ പ്രേരിപ്പിച്ചുവെങ്കിലും ചർച്ച എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാനുള്ള ഒരു വേദി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഉപായം മാത്രമാണെന്നും ഇനി തങ്ങൾ ആ പരിപാടിക്കില്ലെന്നും ഇറാൻ അറിയിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിയ അനുനയ ശ്രമവും മധ്യസ്ഥ ശ്രമവും ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് സൂചന. ഖത്തർ പ്രധാനമന്ത്രി ടെഹ്റാനിലെത്തിയാണ് ചർച്ചകൾ നടത്തിയത്. ഖത്തർ പ്രധാനമന്ത്രിയുടെ സമാധാന ദൗത്യം ഒടുവിൽ വിജയിക്കുകയായിരുന്നു. ഇറാൻ ചർച്ചയ്ക്ക് സമ്മതമാണ് എന്നറിയിച്ചിരിക്കുന്നു. അതായത് നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം അമേരിക്കയുമായി ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് ഇറാൻ ഇപ്പോൾ അറിയിച്ചുവെന്ന് ഖത്തർ അറിയിക്കുന്നു. നേരത്തെ പാകിസ്ഥാൻ പട്ടാള മേധാവി അസിം മുനീറും ഇത്തരത്തിലൊരു സമാധാന ശ്രമവുമായി ടെഹ്റാനിലെത്തിയിരുന്നു. പക്ഷേ അസിം മുനീറിൻ്റെ ശ്രമങ്ങൾ വിജയിച്ചില്ല. ഇറാൻ പാകിസ്ഥാൻ പറഞ്ഞതൊന്നും ചെവിക്കൊണ്ടില്ല. പിന്നീട് ഖത്തർ പ്രധാനമന്ത്രി രംഗത്തിറങ്ങിയപ്പോഴാണ് കാര്യം നടന്നത്. എന്തായാലും ഇനി ചർച്ചകൾ എത്ര വേഗം മുന്നോട്ട് പോകുമെന്നറിയില്ല. പക്ഷേ അമേരിക്ക നിലപാട് കടുപ്പിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. അതായത് സാമ്പത്തികമായ ഉപരോധം തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തുറമുഖങ്ങളെ ഉപരോധിക്കുന്നത് അമേരിക്ക തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം സാമ്പത്തികമായ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഉപരോധം പോലെയല്ല. ഇറാനുമായി സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും നേരെ ഉപരോധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇതിനുവേണ്ടി പ്രത്യേക ഓപ്പറേഷൻ തന്നെ അമേരിക്ക നടപ്പിലാക്കി വരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. ഇറാനുമായി ഒരു രാജ്യത്തിനും കൈകോർക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ അമേരിക്ക വരുത്തി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഞെരുങ്ങുകയാണ് ഇറാൻ. ഇറാനെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് ഇറാനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതാണ് ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ച ഘടകമെന്നാണ് സൂചന. മാത്രമല്ല, ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടിയും അവസാനിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വന്ന സൈനിക നടപടി, ആ സൈനിക നടപടിയിൽ അമേരിക്കയ്ക്ക് ഒന്നും നേടാൻ സാധിച്ചില്ല. മാത്രമല്ല, ലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി ഉപരോധിക്കുന്നതാണ് ഫലപ്രദം എന്ന് അമേരിക്ക വിലയിരുത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടുകളെല്ലാം അമേരിക്ക തള്ളുകയാണ്. വേണ്ടി വന്നാൽ സാമ്പത്തിക ഉപരോധം മാത്രമല്ല, സൈനികമായ ആക്രമണം തുടരാനും തങ്ങൾക്ക് മടിയില്ല എന്ന് അമേരിക്ക ഇപ്പോൾ വീണ്ടും ഊന്നി പറയുകയാണ്. അതായത് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്ക് സമ്മതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള നിയമം ഇറാൻ പാർലമെൻറ്റ് പാസാക്കിയിരുന്നു. ഇതിന് ശക്തമായ എതിർപ്പാണ് അമേരിക്ക ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയാണ്. അവിടെ ആർക്കും ഫീസ് വാങ്ങാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. അതേസമയം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണെന്നും അതുവഴി കടന്നു പോകണമെങ്കിൽ ഇറാൻ്റെ അനുവാദം വേണമെന്നുമാണ് ഇറാൻ്റെ നിലപാട്. ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. ഇറാന്റെ കയ്യിലുള്ള 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നേരത്തെയും ഇറാനും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു പ്രധാന പോയിന്റ് ആണവായുധം തന്നെയായിരുന്നു. ആണവായുധം കയ്യിൽ കിട്ടിയാൽ ഇറാൻ പ്രതികാരം ചെയ്യുമെന്നുറപ്പാണ്.
ആ പ്രതികാരം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെയായിരിക്കും. ആണവായുധം കൊണ്ടുള്ള ആ കളി അത് തുടരാൻ അമേരിക്ക അനുവദിക്കില്ല. ഒരു കാരണവശാലും ഇറാന് ആണവായുധം നിർമ്മിക്കാൻ അനുവാദം നൽകുകയില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. തങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ അടയാളമാണ് അവരുടെ കയ്യിലുള്ള യുറേനിയം. അതുകൊണ്ട് തന്നെ ആ യുറേനിയം ആർക്കും കൈമാറുന്ന പ്രശ്നമില്ല എന്നാണ് ഇറാൻ നിലപാടെടുത്തിരിക്കുന്നത്. ഈ രണ്ട് നിലപാടുകളാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം. അഭിപ്രായ ഐക്യം ഇനിയും അകലെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി രംഗത്ത് വരുന്നത്. ഇതിനു മുന്നേയും ഇറാനും അമേരിക്കയുമെല്ലാം ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ചർച്ച ഇടയ്ക്ക് വെച്ച് പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ തീരുമാനത്തിൽ ലോകം വലിയ പ്രതീക്ഷയൊന്നും കൽപ്പിക്കുന്നില്ല. പക്ഷേ ഖത്തറിൻ്റെ ഈ പ്രയത്നം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ ഇറാൻ ചർച്ചയ്ക്ക് സമ്മതിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഇറാൻ്റെ ഈ ഒരു വാഗ്ദാനത്തിൽ കയറിപ്പിടിച്ച് അമേരിക്ക മുന്നോട്ട് പോകുമോ? സമാധാനം വീണ്ടും അരികിലാകുമോ? ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന ചോദ്യം. പക്ഷേ ഇപ്പോഴും സമാധാനത്തെക്കുറിച്ച് ഉറപ്പൊന്നും നൽകാൻ കഴിയില്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം.